ഹായ് അസ്സാം വലൈക്കും. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഷർട്ടിൻ്റെ കട്ടിംഗ് ആണ് കേട്ടോ. യൂണിഫോം ഷർട്ടിൻ്റെ കട്ടിംഗ് ആണ് ചെയ്യുന്നത്. അളവ് നമ്മൾ എടുക്കൽ കഴിഞ്ഞല്ലോ. അപ്പോൾ ഇനി നമുക്ക് കട്ടിങ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തുണി രണ്ടായിട്ടാണ് മടക്കിയിടുന്നത് കേട്ടോ. നമ്മൾ ബോയ്സിൻ്റെ ഷർട്ടൊക്കെ ചെയ്യുമ്പോൾ ഫ്രണ്ട് വേറെയും ബാക്ക് വേറെയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ തുണി രണ്ടായിട്ട് മടക്കിയിടുക. പിന്നെ ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞ കുട്ടികളുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പുതുതായിട്ട് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവാത്ത ഏരിയകളുണ്ടെങ്കിൽ അവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് അറിയിക്കുക. അതല്ല ലൈവ് ക്ലാസ് ആണെങ്കിൽ അത് അറ്റൻഡ് ചെയ്യുക കേട്ടോ. ലൈവ് ക്ലാസ് കൊടുക്കുന്നുണ്ട് ബോയ്സിൻ്റെ ഷർട്ടും പാൻറ്റൊക്കെ. അപ്പോൾ തുണി രണ്ടായി മടക്കിയതിന് ശേഷം നമ്മൾ കോൺവെർട്ടൊക്കെ ഉള്ള ക്ലോത്ത് ആണെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നേരെ ചെയ്യണം കേട്ടോ. അതൊക്കെ തന്നെ ഈ തേര് വശങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്താണ്ട് ലെവൽ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ കട്ടിങ്ങിനൊരു പെർഫെക്ഷൻ കിട്ടുള്ളൂ കേട്ടോ. ഷർട്ടൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലോത്തൊക്കെ നിവർത്തിയിട്ടതിന് ശേഷം കോൺവെർട്ടുകളും തേര് വശങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കുക. ക്ലാസ് അറ്റൻഡ് ചെയ്ത കുട്ടികൾക്കാവുമ്പോൾ പെട്ടെന്ന് ഇത് കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. അവരൊരു മാസത്തെ കോഴ്സ് കഴിഞ്ഞിട്ടാണല്ലോ കാണുന്നത്. പക്ഷെ അവർ മറന്നു പോകുന്നതുകൊണ്ടും ഓരോ യൂണിഫോമൊക്കെ അടിക്കുന്ന സമയത്ത് ഡൗട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. ഇനി നമുക്കിത് രണ്ടായി മടക്കിയതിന് ശേഷം ഇങ്ങനെ എന്ത് ചെയ്യുക, ഇറക്കം മാർക്ക് ചെയ്യുക ആദ്യം. അപ്പോൾ എനിക്ക് ഇവിടെ വേണ്ടത് 20 ഇഞ്ചാണ്. ഞാൻ തയ്യൽ തുമ്പടക്കം 21 ഇഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെ ഇറക്കം എത്രയാണെങ്കിൽ അതെടുത്ത് മാർക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം ലൈൻ വരച്ച് കൊടുക്കുക. വെളിച്ചം കുറച്ച് കുറവാണ് കേട്ടോ, നല്ല മഴയാണ്, അതുകൊണ്ട് പുറത്ത് നല്ല ഇരുട്ടാണ്. ലൈറ്റ് വെളിച്ചം ബൾബിൻ്റെ വെളിച്ചത്തിലായതുകൊണ്ട് തന്നെ കുറച്ച് കുറവാക്കി ഗ്രീൻ കളറും കൂടെ ആയതുകൊണ്ട് കേട്ടോ. അതാ ലൈൻ വരച്ചു. ഇനി നമുക്ക് കൊടുക്കേണ്ടത് ഫോൾഡിങ് ലൈനാണ് കേട്ടോ. ഫോൾഡിങ് ലൈന് 1.5 ഇഞ്ച്, ബട്ടൺ ലൈന് 1/2 ഇഞ്ചുമാണ് മാർക്ക് ചെയ്യേണ്ടത്. ഇത് രണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ട് മാർക്ക് ചെയ്യണം കേട്ടോ. ആദ്യം 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ലൈൻ കൊടുക്കുക. അതിനുശേഷം 1/2 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യുക. ഇത് താഴെ വരെ ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം മാത്രം ലൈൻ വരയ്ക്കുക. വളഞ്ഞ് ചെരിഞ്ഞൊന്നും പോകരുത് കേട്ടോ. നമ്മൾ ബട്ടൺ ഹോളൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അതിന് ചെരിവൊന്നും പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ഇങ്ങനെ ആദ്യം 1.5 ഇഞ്ച് ഫോൾഡിങ് ലൈന് വരച്ച് കൊടുക്കുക. ഇത് നമുക്ക് ഉള്ളോട്ട് മടക്കി കൊടുക്കാനാണ്. ഇത് സെപ്പറേറ്റ് തന്നെ മാർക്ക് ചെയ്യണം. പല ക്ലാസ്സിലും പല സ്റ്റുഡൻസും ഒരുമിച്ച് മാർക്ക് ചെയ്ത് കഴിഞ്ഞാണ്ട് അവർ ഒരുമിച്ച് 2 ഇഞ്ച് ഒരുമിച്ച് മടക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ബട്ടൺ ഇടാനുള്ള സ്ഥലമില്ലാത്ത വരലുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് രണ്ടും സെപ്പറേറ്റ് തന്നെ ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ഫസ്റ്റ് ഷോൾഡറാണ്. ഷോൾഡർ ഇതാ ഈ ബട്ടൺ ലൈൻ കഴിഞ്ഞ ശേഷമാണ് ഷോൾഡറിൻ്റെ അളവ് എടുക്കേണ്ടത് കേട്ടോ. ബട്ടൺ ലൈനിൻ്റെ അപ്പുറത്തേക്കാണ് ഷോൾഡർ വെക്കേണ്ടത്. ഞാനിവിടെ 5.4 ഇഞ്ചാണ് എടുക്കുന്നത്. 5 ഇഞ്ച് 10 ഇഞ്ചാണ് ഷോൾഡർ, അതിൻ്റെ ഹാഫ് 5ഉം അതിൻ്റെ കൂടെ 1/4 ഇഞ്ച് തയ്യൽ തുമ്പും, അങ്ങനെയാണ് 5.4 എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളെ ഷോൾഡർ എത്രയാണെന്ന് നോക്കുക, അതിൻ്റെ എടുക്കുക കേട്ടോ. എൻ്റെ അളവിൽ തന്നെ ചെയ്യണമെന്നില്ല. പിന്നെ അവിടെ നിന്ന് താഴോട്ടാണ് നമ്മൾ കൈക്കുയിൻ്റെ ഇറക്കം നമ്മൾ ഷർട്ടിൽ നിന്ന് എടുത്തിക്കല്ല. ഓൾറെഡി നെഞ്ചളവിൻ്റെ പകുതി, അത് ഷർട്ടിൽ നിന്ന് എടുത്ത അളവാകുമ്പോൾ നെഞ്ചളവിൻ്റെ പകുതി അതിന് 1 ഇഞ്ച് കുറച്ചിട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ഷർട്ടിൽ നിന്ന് എടുക്കുമ്പോൾ അളവും മേലിൽ നിന്ന് എടുക്കുന്ന അളവും തമ്മിലൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് എന്താവും അത് വേഗം മനസ്സിലാവും അങ്ങനെയാണെന്നില്ല. അപ്പോൾ നമ്മൾ ഷർട്ടിൽ നിന്ന് അളവെടുത്താണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ പകുതി അത് നേരെ ഇങ്ങനെ ടേപ്പ് മടക്കുക. പിന്നെ അപ്പോൾ അത് എനിക്കിവിടെ ഏരെയാണ്, അതിന് 1 ഇഞ്ച് കുറച്ചിട്ട് 6 ഇഞ്ച്. അതിലേക്ക് തയ്യൽ തുമ്പ് ഒന്നും ആഡാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അത് ക്ലാസ് അറ്റൻഡ് ചെയ്ത സ്റ്റുഡൻസിനാകുമ്പോൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ കഴിയും. അല്ലാത്തൊരു കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും വീഡിയോ നല്ലവണ്ണം കണ്ടാണ്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുക. 500 രൂപ ഫീസുള്ളൂ. 1 മന്ത് കോഴ്സാണ് കേട്ടോ. പാൻറ്റും ഷർട്ടും കോട്ടും നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഇനി ഇവിടുന്ന് താഴോട്ടാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. ഷോൾഡറിൻ്റെ അവിടുന്ന് താഴോട്ട് മാർക്ക് ചെയ്യാം. ഇങ്ങനെയുള്ള ലൈൻ വരച്ച് കൊടുക്കുക കേട്ടോ. ഇതൊക്കെ സ്കെയിൽ വെച്ച് വരക്കാം കേട്ടോ. ഞാൻ ടേപ്പ് കൊണ്ട് വരക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾ സ്കെയിൽ വെച്ച് ചെയ്യുക കേട്ടോ. ഇതാ താഴെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്ത് ഇതുപോലൊരു ലൈനും വരച്ച് കൊടുക്കുക. ഇവിടെ നമുക്ക് നെഞ്ചളവൊക്കെ മാർക്ക് ചെയ്യാനാണ്. അതിങ്ങനെ ലൈന് വരച്ചിട്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് കഴുത്തിൻ്റെ അകലമാണ്. കഴുത്തിൻ്റെ അകലം നെക്ക് റൗണ്ട് ഡിവൈഡ് 6 എന്ന മെഷർമെൻറ്റിൽ മാർക്ക് ചെയ്യുക കേട്ടോ. അത് നമ്മൾ ഫോൾഡിങ് ലൈനും ബട്ടൺ ലൈനും കഴിഞ്ഞ ശേഷം മാത്രമാണ് മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ കഴുത്തിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യുക. ഇറക്കം എപ്പോഴും നിങ്ങൾ കുറച്ച് മാർക്ക് ചെയ്യുക കേട്ടോ. അതായത്
കഴുത്തിൻ്റെ അകലം ഇറക്കം കൂടിയാൽ നെക്ക് റൗണ്ട് കൂടിയാൽ ഒക്കെ ബുദ്ധിമുട്ടായി വരും. അപ്പോൾ നിങ്ങൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും അതൊരു 1 ഇഞ്ചിലോ 1.5 ഇഞ്ചിലൊക്കെ മാർക്ക് ചെയ്യുക. കുട്ടികൾക്കാണെങ്കിൽ 1 ഇഞ്ചൊക്കെ മാർക്ക് ചെയ്താൽ മതി. അതായത് അകലത്തിലേക്ക് ഒരു 4 ഇഞ്ചൊക്കെ കൂട്ടിയിട്ട് മാത്രം മാർക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, കർവ് വരച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ കൂട്ടി കൊടുക്കാൻ പറ്റും കേട്ടോ. എപ്പോഴും അത് ശ്രദ്ധിക്കുക. കൈക്കുഴിയും അതുപോലെ തന്നെ കഴുത്തിൻ്റെ ഇറക്കമൊക്കെ മാർക്ക് ചെയ്യുമ്പം കുറച്ചിട്ട് റിഗാളൊക്കെ കട്ട് ചെയ്യുമ്പോൾ കുറച്ചിട്ട് കട്ട് ചെയ്യുക കേട്ടോ. അതാ ഇനി നമുക്ക് വേണ്ട ഷോൾഡർ ചെരിവാണ്. ഷോൾഡർ ചെരിവ് കുട്ടികൾക്കാണെങ്കിൽ 1.5 ഇഞ്ച്, വലിയവർക്കാണെങ്കിൽ 2 ഇഞ്ച്, ഈ രീതിയിൽ നമുക്ക് മാർക്ക് ചെയ്യാം. അതാ ഇതിങ്ങനെ ഷോൾഡർ ചെരിവ് വരച്ച് കൊടുക്കുക. ഷോൾഡർ ചെരിവ് അല്ലാത്ത മെഷർമെൻറ്റും ഉണ്ട്, നെഞ്ചളവിനെ ഡിവൈഡ് ചെയ്തിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ നമ്മൾ ചെയ്യൽ പുതിയ മെത്തേഡിൽ നമ്മൾ ചെയ്യൽ എപ്പോഴും ഈ ഒരു രീതിക്കാണ് കേട്ടോ. കുട്ടികൾക്ക് 1.5, വലിയവർക്ക് 2. അപ്പോൾ ഇതാ ഇത് പിന്നെ നമ്മളൊരു 3/4 ഇഞ്ച് ഉള്ളിലോട്ട് കൈക്കുഴിൻ്റെ ഇറക്കത്തിൻ്റെ അവിടെ നിന്ന് ഉള്ളിലോട്ട് മാർക്ക് ചെയ്യാം. ഒരു 3/4 ഇഞ്ച് ഉള്ളിലോട്ടാണ് കേട്ടോ മാർക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് നെഞ്ചളവ് മാർക്ക് ചെയ്യുക, തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുക. 1/2 ഇഞ്ചാണ് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. ഇതാ ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കർവാക്കി വരച്ച് കൊടുക്കുക. കർവ് സ്കെയിലുള്ളവർക്കാണെങ്കിൽ ആ സ്കെയിൽ വെച്ചിട്ട് വരച്ചാൽ മതി, അല്ലാത്തൊരു ഇതേപോലെ വരയ്ക്കുക കേട്ടോ. പിന്നെ ഞാനിതിൽ നല്ലവണ്ണം കുഴിച്ചിട്ട് തന്നെ കട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഒരിക്കലും ഫസ്റ്റ് ചെയ്യുമ്പോൾ കുഴിച്ച് വരയ്ക്കണ്ട കേട്ടോ. ഫസ്റ്റ് ടൈമൊക്കെ ചെയ്യുമ്പോൾ ഇതൊന്ന് എന്താ പറയുക, അത്ര കുഴിക്കാതെ അങ്ങോട്ട് കട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ചെയ്യുന്ന സമയത്ത് കൈ സ്ലീവ് ജോയിൻ്റ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ മതി, സ്ലീവിന് തെയ്യാതെ വരുമ്പോൾ അവിടെ കുഴിച്ച് വെട്ടി കൊടുത്താൽ മതി കേട്ടോ. ആ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് കാണിച്ച് തരുന്നുണ്ട് ഇതൊക്കെ. പക്ഷെ നമുക്ക് വീഡിയോയിൽ ഇപ്പോൾ എല്ലാം പാടെ നമുക്ക് ക്ലാസ്സിൽ കൊടുക്കുമ്പോൾ നമുക്ക് കൊടുക്കാൻ കഴിയില്ല, പരിമിതി ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പോൾ ചെയ്യുമ്പോൾ അതുപോലെ ചെയ്യുക. എന്നിട്ട് താഴത്തെ വീതിയും ഷേപ്പ് അളവും കൊടുത്തിട്ട് കട്ട് ചെയ്യട്ടെ. ഞാനിവിടെ ഷേപ്പ് ചെയ്യുന്നില്ല. റിഗാളെപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കട്ടോ. ഇതിൽ ഞാൻ കുഴിച്ച് വെട്ടിയിട്ടുണ്ട്, അത്ര കുഴിക്കാതെ ഇട്ട്. പിന്നെ താഴെ വശം നമ്മൾ ഈ ഷേപ്പ് കൊടുക്കുന്നുണ്ടെങ്കിൽ ബോയ്സിൻ്റെ ഷർട്ടൊക്കെ ആകുമ്പോൾ നമ്മൾ അവിടെ ഒരു കർവ് ചെയ്ത് കൊടുക്കും. അതിനൊരു 1.5 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ചൊക്കെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കുക കേട്ടോ. കുട്ടികൾക്കാണെങ്കിൽ 1 ഇഞ്ച് മതി, വലിയവർക്കാണെങ്കിൽ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ചെയ്യാം. ഞാനിപ്പോൾ അവിടെ ചെയ്യുന്നില്ല, ഞാൻ യൂണിഫോമാണ്, പിന്നെ ഗേൾസിന് യൂസ് ചെയ്യാൻ അതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നേരെ കൊടുക്കുകയാണ് കേട്ടോ. ഡൗട്ടൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിലൊക്കെ ചോദിക്കാതെങ്കിൽ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുക കേട്ടോ. ഷർട്ടൊക്കെ ഏറ്റവും ബെറ്ററാണ്. 500 രൂപ ഫീസിലാണ് നമ്മൾ ലൈവ് ക്ലാസ് കൊടുക്കുന്നത്. ഇനി നമുക്കിത് വെച്ചിട്ടാണ് ബാക്ക് ചെയ്യേണ്ടത്. ബാക്ക് നമ്മളിതാ ഈ ഫ്രണ്ട് വെട്ടിൻ്റെ നേരെ അപ്പുറത്തില്ല ആ ഒരു പീസിനെ നേരെ തിരിച്ചിട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഈ ഒരു പൊസിഷൻ ഉണ്ടല്ലോ, ഷോൾഡർ ചെരിവ് വരുന്നത്, ആ ഭാഗം ഇതിൻ്റെ മുകളിൽ വിരക്കത്തെ തീരുക. അതൊക്കെ തന്നെ ഈ ഫോൾഡിങ് ലൈനും ബട്ടൺ ലൈനൊന്നും മടക്കി കൊടുക്കുക. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് ഇങ്ങോട്ട് കയറ്റി വെക്കുകയാണ് കേട്ടോ. ബെറ്ററാണ്, ഏറ്റവും ബെറ്റർ. ഇപ്പോൾ അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒരു 1/2 ഇഞ്ച് ഇങ്ങോട്ട് കയറ്റി വെക്കുന്നത് നല്ലതാണ്. ബാക്കിൽ അധികം ലൂസൊക്കെ ഇല്ലാതിരിക്കും കേട്ടോ ബാക്ക് പീസിന്. ഇതാ ഇങ്ങനെ വരച്ച് കൊടുക്കുക. പക്ഷെ കൈക്കുഴി ഒരിക്കലും നമ്മൾ ഫ്രണ്ട് ചെയ്യുമ്പോൾ അല്ല കേട്ടോ ചെയ്യുക, മാറ്റുണ്ട്. ഞാൻ വരച്ചപ്പോൾ ഇങ്ങനെ കൂട്ടത്തിൽ വരച്ചു എന്നുള്ളൂ, പക്ഷേ ഫ്രണ്ടിൻ്റെ കൈക്കുഴിയും ബാക്കിൻ്റെ കൈക്കുഴിയും തമ്മിൽ മാറ്റമുണ്ട്. ഈ ഒരു നെഞ്ചളവ് വരുന്നുണ്ടല്ലോ, അവിടെ നമ്മളൊന്ന് മാർക്ക് ചെയ്യുക. അതൊക്കെ ഷോൾഡർ വരുന്ന സ്ഥലം ഒന്ന് മാർക്ക് ചെയ്യുക. 2 മാർക്കിംഗ് ഒക്കെ മനസ്സിലായില്ലേ? 2 മാർക്കിംഗ് ഞാൻ മാർക്ക് ചെയ്യുക. എന്നിട്ട് മുകളിൽ നിന്ന് താഴോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് കൊടുക്കുക. സ്കെയിൽ കാണാനില്ല, അത് തിരയാൻ പോയാൽ ടൈം കുറച്ച് വേഗം വിചാരിച്ചിട്ടാണ് ഞാൻ ഇല്ലൊരിത് വെച്ചിട്ട് ചെയ്തത് കേട്ടോ. എന്നിട്ടിതാ ഇതേപോലെ ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഫ്രണ്ടും ബാക്കും തമ്മിലുള്ള ഡിഫറൻറ്റ്. ഫ്രണ്ട് നമ്മൾ കുറച്ച് ഉള്ളിലോട്ട് കുഴിച്ചിട്ട് ഇങ്ങനെ വരും ഷോൾഡറിൻ്റെ അവിടെ നിന്ന്, ബാക്ക് സാധാ ഒരു നേരെ അങ്ങോട്ട് കട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. ഇത് കട്ട് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ഷോൾഡർ ചെരിവും കാര്യങ്ങളൊന്നും ഈ പീസിലല്ല മാർക്ക്. ഇനി നമുക്ക് യോക്ക് പീസ് കട്ട് ചെയ്യുക. അതിനാണ് നമുക്ക് തുണി 4 ആയിട്ടാണ് മടക്കിയിടേണ്ടത് കേട്ടോ. ഇതേപോലെ മടക്കിയിട്ടിട്ട് ഫോൾഡിങ് ഭാഗമാണ് നമ്മളെ ഭാഗത്തായിട്ട് നിൽക്കേണ്ടത്. നമുക്ക് ബാക്കിൽ കൊടുക്കുന്ന പീസ് ഉണ്ടല്ലോ, അതാണ് യോക്ക് പീസ് എന്ന് പറയാം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. അതിന് ബാക്ക് പീസിൻ്റെ ഈ ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്യുക. തുണി 4 ആയിട്ടാണ് ഇവിടെ മടക്കിയിട്ടത് കേട്ടോ. അത് 2 പീസ് വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കുമ്പം. ഇതാ മടക്കിയിട്ടതിന് ശേഷം ഇതാ ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്യുക. പിന്നെ എപ്പോഴും നിങ്ങൾ മടക്കിയിടുമ്പോഴും 1 ഇഞ്ച് നമ്മൾ ഷോൾഡറിനാട്ടിലും 1 ഇഞ്ച് നമുക്ക് എക്സ്ട്രാ വേണം കേട്ടോ അവിടെ. അതുകൊണ്ടാണ് കുറച്ചൊരു ഇതിൽ മടക്കിയിടുമ്പോൾ കേട്ടോ. ഒന്നായിട്ട് വേസ്റ്റ് ആണ് ഒരു മടക്കിയിടും വേണ്ട. എന്നിട്ട് നമ്മൾ ഇവിടെ ഇറക്കം കൊടുക്കേണ്ടത്
ഷോൾഡർ ചെരിവ് എത്രയാണ് കൊടുത്ത് അതിൻ്റെ 3 ഇരട്ടി, പിന്നെ പ്ലസ് തയ്യൽ തുമ്പ് കേട്ടോ. ഞാനിവിടെ ആദ്യം ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തു. 1/2 ഇഞ്ച് മാർക്ക് ചെയ്താൽ നിങ്ങൾ 1/2 ഇഞ്ച് തന്നെ സ്റ്റിച്ച് ചെയ്യണം, അല്ലെങ്കിൽ 1/4 ഇഞ്ച് മാർക്ക് ചെയ്യുക. അപ്പോൾ 1/4 ഇഞ്ച് തന്നെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. എത്രയാണ് തയ്യൽ തുമ്പ് എടുക്കുന്നത് അത്ര തന്നെ നിങ്ങൾ മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമാണ് കേട്ടോ. ഇത് കൊടുത്തു. പിന്നെ നമുക്ക് ഷോൾഡർ ചെരിവ് എത്രയാണോ അതിൻ്റെ 3 ഇരട്ടിയാണ് വേണ്ടത്. അപ്പോൾ എനിക്കിവിടെ വേണ്ടത് 4.5 ഇഞ്ചാണ് കേട്ടോ. പിന്നെ താഴേക്ക് ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പും. അങ്ങനെ ടോട്ടൽ ഞാനിവിടെ 5 ഇഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടത്. ടോട്ടൽ എനിക്ക് ഒരു 5.5 ഇഞ്ചാണ് കേട്ടോ. മുകളിൽ 1/2 ഇഞ്ചും താഴെ 1/2 ഇഞ്ചും തയ്യൽ തുമ്പ് വരുന്നുണ്ട്. ഇങ്ങനെ സ്ക്വയർ ആക്കി കൊടുത്തു. നിങ്ങളിത് സ്കെയിൽ വെച്ച് വരക്കണം കേട്ടോ ഇപ്പോൾ വരക്കുമ്പോൾ. ഇനി ഇതിലാണ് കഴുത്തിൻ്റെ അകലും അതുപോലെ തന്നെ ഷോൾഡർ ചെരിവൊക്കെ നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇനി കഴുത്തകലം മാർക്ക് ചെയ്യാം. ഫ്രണ്ട് പീസിൽ എത്രയാണോ കഴുത്തകലം കൊടുത്താൽ തന്നെ ബാക്ക് പീസിലും കൊടുക്കുക. കഴുത്തിൻ്റെ ഇറക്കം കുട്ടികൾക്കാണെങ്കിൽ ഒരു 3/4 ഇഞ്ചൊക്കെ കൊടുത്താൽ മതി. വലിയവർക്കാകുമ്പോൾ 1-1.25 ഇഞ്ചൊക്കെ കൊടുക്കുക കേട്ടോ. ഇത് നമ്മൾ മെഷർമെൻറ്റ് ഡിവൈഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ക്ലാസ്സിൽ പറയലുണ്ട്. പല മെഷർമെൻറ്റിലും ഇത് ഡിവൈഡ് ചെയ്യലുണ്ട് കേട്ടോ. അതായത് ഫ്രണ്ട് പീസിനാട്ടിയിലും 1 ഇഞ്ച് കുറച്ച് കൊടുക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ 3/4 ഇഞ്ച് കുറച്ച്, അകലിൽ നിന്ന് 3/4 ഇഞ്ച് കുറച്ചിട്ട് മാർക്ക് ചെയ്യുന്ന പല രീതികളിലും ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഷോൾഡർ ചെരിവ് ഫ്രണ്ട് പീസിൽ എത്രയാണോ കൊടുത്തോ അതുതന്നെ ഇവിടെ ഷോൾഡർ ചെരിവും കൊടുക്കുക കേട്ടോ. എന്നിട്ടിതാ ഇങ്ങനെ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മളെപ്പോഴും ബാക്ക് കഴുത്ത് ഫ്രണ്ട് കഴുത്തിനാട്ടിലും കുറച്ച് കൂടുതലുണ്ടാവും. അതായത് നമ്മൾ പട്ടയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ഫ്രണ്ടിൽ, അപ്പോൾ അതുകൊണ്ടാണ് ഒരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ചൊക്കെ പുറത്തോട്ട് ഇവിടെ തള്ളി നിൽക്കും ഷോൾഡറിനാട്ടിലും. അപ്പോൾ അതാ ഇതേപോലെ മാർക്ക് ചെയ്യുക. ബാക്ക് പീസ് അല്ല, ഫ്രണ്ട് പീസ് കൂടുതലുണ്ടാവും കേട്ടോ പറഞ്ഞത്. അതെന്താ വെച്ചാൽ ഫ്രണ്ടിൽ ആ പട്ടയൊക്കെ വരുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ ഫ്രണ്ട് പീസിൻ്റെ ഷോൾഡർ ചെരിവ് കുറച്ച് കൂടുതലായിട്ട് നിൽക്കും. അപ്പോൾ ഈ ഒരു ഷേപ്പ് കാണുന്നുണ്ടല്ലോ, ഈ കാണുന്നതിൻ്റെ ഈ ഒരു ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. വീഡിയോ കണ്ട് ഇതേപോലെ ചെയ്ത് നോക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതാണ് ബെറ്റർ കേട്ടോ. ഇവിടെ ഞാൻ തയ്യൽ തുമ്പ് എടുക്കാതെയാണ് കട്ട് ചെയ്തത്, ചെരിച്ച് വരച്ച് കൊടുക്കാതെ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും അവിടെ തയ്യൽ തുമ്പ്, മുകൾ വശത്ത് തയ്യൽ തുമ്പ് ജോയിൻ്റ് ആക്കണം കേട്ടോ. ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ആ മിസ്റ്റേക്ക് മനസ്സിലായത്. അവിടെ ഞാൻ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് ഞാൻ പറയാതെ പോയാൽ നിങ്ങൾക്ക് മിസ്റ്റേക്ക് വരുന്നതുകൊണ്ടാണ് രണ്ടാമത് ഞാൻ കാണിച്ചു തരുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു ആ ഒരു മുകളിൽ കൊടുത്ത തയ്യൽ തുമ്പ് നമ്മൾ ചെരിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് ആ തയ്യൽ തുമ്പിലൂടെ വേണം കട്ട് ചെയ്യാൻ കേട്ടോ. ഇനി ഇതേപോലെ എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചാൽ പ്രശ്നമൊന്നുമില്ല, ചെറിയൊരു എന്താ പറയുക ഇറക്കത്തിൻ്റെ ഒരു ഇതുണ്ടാവും. അപ്പോൾ അത് ഞാൻ പറഞ്ഞു, എപ്പോഴും നിങ്ങൾ ഫസ്റ്റ് ടൈമൊക്കെ ചെയ്യുമ്പം ഇറക്കം കുറച്ച് കൂടുതലെടുത്താൽ മതി. പിന്നെ ചെയ്ത് നോക്കിയിട്ട് ബാക്കും ഫ്രണ്ടും ഒരുമിച്ച് കട്ട് ചെയ്തൊക്കെ ശരിയാക്കിയിട്ട് കറക്റ്റ് അളവിന് മടക്കി അടിച്ചാൽ മതി താഴെ വശം. അപ്പോൾ അതാ യോക്ക് പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. യോക്ക് പീസ് കട്ട് ചെയ്ത് വെച്ചു. ഇതുണ്ടല്ലോ, ഇത് 2 പീസാണ് വേണ്ടത് കേട്ടോ. ഇതേപോലെ 2 പീസാണ് യോക്ക് പീസ് വരുന്നത്. നമുക്ക് നമ്മളെ കൈയിൻ്റെ കട്ടിങ് തുടങ്ങാം അല്ലേ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെയാണ് ഫോൾഡ് ആയ ഭാഗം, ഇവിടെ ഓപ്പൺ ആയ ഭാഗം. ഇത് കൈയിൻ്റെ ഇറക്കം ആദ്യം മാർക്ക് ചെയ്യാം. കൈയിൻ്റെ ഇറക്കം എത്രയാണോ, ഞാനിവിടെ 6 ഇഞ്ചാണ് എടുക്കുന്നത്. പ്ലസ് തയ്യൽ തുമ്പ് 1.5 ഇഞ്ച്. നിങ്ങൾക്ക് കറക്റ്റ് വീതി മടക്കിയിട്ട് ചെയ്താൽ മതിയിട്ട് എത്രയാണോ വേണ്ടതെന്നില്ല. അതിൽ കുറച്ച് തയ്യൽ തുമ്പൂടെ എക്സ്ട്രാ ഇട്ടിട്ട് മടക്കിയിട്ടാൽ മതി. മൊത്തമായിട്ട് മടക്കിയിട്ട് തുണി വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതാ ഇത് മാർക്ക് ചെയ്തു. ഇനി കൈക്കുഴിൻ്റെ ഇറക്കം ഞാനിവിടെ 7 ഇഞ്ചാണ്. കൈക്കുഴിൻ്റെ ഇറക്കം വരുന്നത്. പിന്നെ അവിടുന്ന് ഷേപ്പളവ് വരുന്നത് 3 ഇഞ്ചാണ്. ഈ ഷേപ്പളവ് എങ്ങനെ കാണുക വെച്ചാൽ മൊത്തം നെഞ്ചളവിൻ്റെ 10-1 ഭാഗമാണ് ഷർട്ട് നിർത്താണെങ്കിൽ ബോഡി നിർത്താകുമ്പം 8-1 ഭാഗം ഈ ഒരു തോതിലാണ് കാണുക. അപ്പോൾ നമ്മൾ ലൈവ് ക്ലാസ്സിൽ എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ വിശദീകരിച്ച് പറയുന്നുണ്ട്.
കയ്യിൽ എന്താ പറയുക ഫീ അടക്കാൻ കാശുള്ള ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഡൗട്ടുകൾ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനും കഴിയും കേട്ടോ. കമൻറ്റ് ബോക്സിൽ ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കാം. പക്ഷെ അതിലേറെ ലൈവ് ക്ലാസ് ആകുമ്പം കൂടെ ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും കൂടെ പെർഫെക്ഷൻ കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് ഷേപ്പ് അളവ് വരുന്നത്. ഇനി നമുക്കിവിടെ താഴത്തെ കൈവീതി 5 ഇഞ്ചാണ് പ്ലസ് 3/4 ഇഞ്ച് തയ്യൽ തുമ്പ്. ബോഡിയിൽ എത്രയാണോ തയ്യൽ തുമ്പ് എടുക്കുന്നത് അതിനാണ് ഇതിലെടുക്കേണ്ടത്. ഞാൻ ബോഡി പാർട്ടിൽ 1/2 ഇഞ്ചാണ് എടുത്തത്, അതുകൊണ്ട് ഇവിടെയും 1/2 ഇഞ്ചാണ് എടുക്കുന്നത്. പിന്നെ തയ്യൽ തുമ്പ് അതായത് മടക്കി അടിക്കാനുള്ള തയ്യൽ തുമ്പാകുമ്പോൾ ഈ കറക്റ്റ് അളവിൽ തന്നെയല്ല വരിക. ഒരു 3/4 ഇഞ്ചും കൊണ്ട് ചെരിച്ചെടുക്കുക. അതായത് 5 ഇഞ്ച് എടുത്തോട്ട് ഒരു 5.75, അതുപോലെ തന്നെ 6, ഈ ഒരു രീതിക്ക് അത് മടക്കി അടിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലാവും കേട്ടോ. ഇവിടെ ഇങ്ങനെ കോണായിട്ടാണ് മടക്കാനുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ സ്ലോപ്പ് തന്നെ ഇങ്ങോട്ടേക്കും വേണം. അപ്പോൾ ഇതാ ഇവിടെ ഷേപ്പ് അളവ് 3 ഇഞ്ച് കൊടുത്തു, ലൈൻ കൊടുത്തു, പിന്നെ കൈ വീതി മാർക്ക് ചെയ്തു. ഇനി എന്ത് ചെയ്യാം, ഇവിടെ അതേപോലെ തന്നെ തയ്യൽ തുമ്പ് കൊടുക്കണം കേട്ടോ. കൈക്കുഴിൻ്റെ അവിടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുക. ഇവിടെ 1/2 ഇഞ്ച്, ഇവിടെ 1/2 ഇഞ്ച്. ബോഡി പാർട്ടിൽ എത്ര കൊടുത്താൽ സെയിം അളവ് തന്നെ കേട്ടോ. പിന്നെ ഈ ഒരു കൈക്കുഴിൻ്റെ ഇറക്കത്തിന് ഇവിടത്തോട്ട് സ്ട്രൈറ്റ് ആയിട്ടുള്ള ലൈൻ വരക്കുക. ഈ ലൈനിൻ്റെ ഇനി നമുക്ക് ഷേപ്പ് ചെയ്യാൻ ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്തിട്ട്, സാധാരണ നമ്മൾ ഇങ്ങനെ ഷേപ്പ് ചെയ്താൽ മതി. പക്ഷേ പക്ക ക്ലിയർ എന്തായാലും ഫസ്റ്റ് ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ട് സെൻറ്ററിലോട്ടാണ് ഇങ്ങനെ വരുന്നത്. ഇത് ഇങ്ങനെ പോവുകയാണ്. അതായത് ഇങ്ങനെ സെൻറ്ററിൽ മാർക്ക് ചെയ്തതാ. നമ്മളിതാ ഈ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് പിന്നെ ഈ ഭാഗത്തിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യാം. ഫസ്റ്റ് ചെയ്യുന്നവർ കേട്ടോ, ഷേപ്പ് ആയി കഴിഞ്ഞാൽ നമുക്ക് കയ്യിനെ വഴങ്ങി കിട്ടിയാൽ പിന്നെ ഇതിനൊന്നും ആവശ്യമില്ല. ഇതാ അവിടുന്ന് ഒരു 1/2 ഇഞ്ച് ഉള്ളോട്ട് മാർക്ക് ചെയ്യുക. ഇതിൻ്റെ ഈ സെൻറ്റർ ഭാഗത്ത് നിന്ന് ഇതിലൂടെ ഇങ്ങനെ കൊണ്ടുവന്ന ഫ്രണ്ടിലേതാണ് ഇത് കേട്ടോ. ഫ്രണ്ടിലെ കൈ ഇങ്ങനെയാണ് വരിക. രണ്ടും ഇതേപോലെയല്ല. ഇതാ ബാക്ക് ഇങ്ങനെ വരിക ചെയ്യുക. അതായത് ഈ ഒരു ഷേപ്പ്, ഈ ഒരു ഭാഗം മാർക്ക് ചെയ്ത് വരെ നേരെ പോവുക. ഇങ്ങനെ വളഞ്ഞിങ്ങോട്ട് പോവുക കേട്ടോ. ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ഈ വളവൊന്നും കറക്റ്റായിട്ട് ഇങ്ങനെ കിട്ടണമെന്നില്ല. ഇനി ഇതല്ലാതെ കൈക്കുഴി വേറെ ചെയ്യുന്നവർ ഇപ്പോൾ ഇങ്ങനെ നേരെ കട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പല വീഡിയോസിലും പല രീതിക്കാണ് കാണാൻ, പല ബ്രാൻഡും പല ഷേക്കാണ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ചെയ്യുന്ന മെത്തേഡ്, ഞാൻ യൂണിഫോം ചെയ്യുന്നതാണ് കാണിച്ചത്. ഇങ്ങനെ നേരെ കൊടുത്തു വെച്ചും കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ നേരെ ചെയ്യുന്ന ഫുൾ സ്ലീവ് ഒക്കെ ചെയ്യുമ്പോൾ നേരെ കട്ട് ചെയ്യുന്നവരുണ്ട്. അതല്ല ബാക്ക് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ചെയ്യും. പിന്നെ ഫ്രണ്ട് ഇതിലെ മാത്രം കുഴിച്ച് കട്ട് ചെയ്യുന്ന സ്ലീവ് ഉണ്ട്. അപ്പോൾ ഏത് നിങ്ങൾക്ക് പെർഫെക്ഷൻ തോന്നുന്നത് അതുപോലെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഞാൻ ഫ്രണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇത് ബാക്ക്. ഇത് ഓരോന്നും അളവെടുക്കുന്ന രീതിക്കനുസരിച്ച് മാറ്റങ്ങളുണ്ടാവും. ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. സ്ലീവിൻ്റെ കട്ടിങ് മുഴുവനായിട്ട് ഇതിൽ കിട്ടിയിട്ടില്ല. ഇൻഷാല്ലാ ഞാൻ സെപ്പറേറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ സെപ്പറേറ്റ് ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്തതിന് ശേഷം കൈക്കുഴി കട്ട് ചെയ്യുക. ബാക്ക് ആദ്യം കട്ട് ചെയ്യുക, പിന്നെ നിവർത്തിയിട്ടിട്ട് ഫ്രണ്ട് കുഴിച്ച് കട്ട് ചെയ്യുക കേട്ടോ.